Hi dear students, database management system and RDBMS യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റാബേസ് യൂസേഴ്സും അതേപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിലെ വീഡിയോ പോയിട്ട് അത് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാറ്റാബേസ് മോഡൽസ്, അതേപോലെ സ്കീമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ ഒരു ഡാറ്റാബേസിലെ ഒരു ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. So first one, database models. So database എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഡാറ്റാബേസ് മോഡൽ ഡിഫൈൻ ദ ലോജിക്കൽ ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. സോ ഡാറ്റാബേസ് എന്താണെന്നും അതിൻ്റെ വർക്കും കാര്യങ്ങളും അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ ഒരു ലോജിക്കൽ ഡിസൈൻ അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് എന്ത് ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ മോഡലിൽ അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ മോഡലുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ലോജിക്കൽ ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. സോ ഇറ്റ് ഡിഫൈൻസ് ഹൗ ഡാറ്റ വിൽ ബി സ്റ്റോർഡ്, ആക്സസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻ ദ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ ഒരു DBMSൽ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അതിലേക്ക് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, അതൊന്ന് എങ്ങനെ അത് ആക്സസ് ചെയ്യുന്നു, അതേപോലെ അപ്ഡേഷൻ നടത്തുന്നത് എങ്ങനെയാണ്, ഇതിനെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്, ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത്, അല്ലെങ്കിൽ അത് ഓരോ മോഡലായി ഡിഫൈൻ ചെയ്യുന്നതാണ് ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. സോ ഓരോ മോഡലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വൈൽ ദ റിലേഷണൽ മോഡൽ ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റാബേസ് മോഡൽ, ദർ ആർ അതർ മോഡൽ ടു. സോ നമ്മളിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മോഡലാണ്. ടേബിൾ സ്ട്രക്ചറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പക്ഷേ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു മോഡൽ അതാണ്. അതിലല്ലാതെയും ഒരുപാട് മോഡൽസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് 4 മോഡലുകൾ ഇവിടെ പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് വൺ ഹൈറാർക്കിക്കൽ മോഡൽ, സെക്കൻഡ് വൺ നെറ്റ്വർക്ക് മോഡൽ, തേർഡ് വൺ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ആൻഡ് ഫോർത്ത് വൺ റിലേഷൻഷിപ്പ് മോഡൽ. സോ ഇപ്പം നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മോഡലാണ് എല്ലാവരും. ഓക്കെ, സോ ഈ 3 എണ്ണം നമുക്ക് എന്താ, അല്ലെങ്കിൽ ഈ 4 എണ്ണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഹൈറാർക്കിക്കൽ മോഡൽ. പേരിൽ തന്നെ ഉണ്ടല്ലോ, ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഡാറ്റനെ അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ഡാറ്റകൾക്കാണ് നമ്മൾ എന്ത് പറയുക, ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയുന്നത്. So this database model organizes data into a tree-like structure. പേര് നോർത്ത് വെക്കുക, ട്രീ-like, ഒരു ട്രീൻ്റെ പോലെ അല്ലേ, വിത്ത് എ സിംഗിൾ റൂട്ട് ടു വിച്ച് ഓൾ അതർ ഡാറ്റ ആസ് ലിങ്ക്ഡ്. ഒരു ട്രീ ഉണ്ടാവുന്ന, ഒരു റൂട്ടിൽ നിന്നുള്ള ട്രീ ഉണ്ടായി വരുന്ന പോലെയാണിത്. ഒരു റൂട്ട് ഉണ്ടാവും, ആ റൂട്ടിൽ നിന്ന് എല്ലാ ഡാറ്റയും ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോകും. ഇതിനെയാണ് നമ്മൾ ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയുന്നത്. The hierarchy start from the root data and expand like a tree, adding child node to the parent node. So ഒരു റൂട്ടിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഡാറ്റാബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു ട്രീ പോലെ പടർന്ന് പന്തിരിക്കുക ചെയ്യുക. ഓക്കെ, സോ ഓരോരോ ചൈൽഡിനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോകും, കണക്ട് ചെയ്ത് പോകും. റൂട്ടിൽ നിന്ന് കുറച്ച് ചൈൽഡ് ഉണ്ടാവും, ആ ചൈൽഡിന് പിന്നെയും ചൈൽഡ് ഉണ്ടാവും, അങ്ങനെ പോകും. നമ്മളിപ്പം ഫാമിലി ട്രീ ഒക്കെ വരയ്ക്കുന്ന പോലെ ഏകദേശം ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ കാണിക്കുക അതിന്. In this model, a child node will only have a single parent node. So എല്ലാ ചൈൽഡ് നോഡിനും ഒരു സിംഗിൾ പാരൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഒരു പാരൻറ്റ് അല്ലെങ്കിൽ ഒരു നോഡിന് 1 or more ചൈൽഡ് നോഡ്സ് ഉണ്ടാവാം. ഓക്കെ, ഒരു ചൈൽഡിന് ഒരു പാരൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരു പാരൻറ്റിന് അല്ലെങ്കിൽ ഒരു നോഡിന് മൾട്ടിപ്പിൾ ചൈൽഡ്സ് ഉണ്ടാവാം. Okay, this model efficiently describe many real world relationship like index of web book, receipts, etc. സോ റിയൽ വേൾഡിൽ നമ്മൾ കാണുന്ന എക്സാമ്പിൾസ് ആണ് അവർ പറഞ്ഞത്. ഒരു ബുക്കിൻ്റെ ഇൻഡെക്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതെല്ലാം ഈ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ മോഡലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇൻ ഹൈറാർക്കിക്കൽ മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ട്രീ-ലൈക്ക് സ്ട്രക്ചർ വിത്ത് one to many relationship between 2 different type of data. For example, one department can have many courses, many professors and of course many students. അല്ലേ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരുപാട് കോഴ്സുകളുണ്ടാവും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് ഉണ്ടാവും, അതേപോലെ ഒരുപാട് സ്റ്റുഡൻസും ഉണ്ടാവും. സോ 1 to many റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് ഈ ഹൈറാർക്കിക്കൽ മോഡലിൽ നമ്മൾ കാണിക്കുന്നത്. സോ ഒരു ഫിഗർ കാണും നിങ്ങൾക്ക്, ഹൈറാർക്കിക്കൽ മോഡൽ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു നമ്മുടെ കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജിനെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്, കോളേജ്. അതൊന്ന് ചൈൽഡ് നോഡ് കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ, ഡിപ്പാർട്ട്മെൻറ്റും ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ അഗെയിൻ അതിലേക്ക് വരുന്ന ചൈൽഡുകളാണ് കോഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്. കോഴ്സിന് നമ്മൾ തിയറി, ലാബ് എന്നൊക്കെ ഉണ്ട്. സോ ഈ ഒരു മോഡൽ ഡാറ്റേനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന മോഡലാണ് ഹൈറാർക്കിക്കൽ മോഡൽ. ഒരു ഹൈറാർക്കി ഉണ്ടാവും. സോ മുകളിലേക്ക് പോകുന്നതോടും അത് വലിപ്പം കൂടി വരുന്ന ടൈപ്പിലാണ്. ഇത് ഇപ്പോൾ കോളേജാണ് ഏറ്റവും വലിയത്, അതിൻ്റെ സബ് ഡിവൈഡ് ഡിപ്പാർട്ട്മെൻറ്റ് സബ് ഡിവൈഡ് ചെയ്ത് പിന്നെ കോഴ്സ്, ടീച്ചർ, സ്റ്റുഡൻറ്റ് അങ്ങനെ പോവുക ചെയ്യുന്നത്.
ഓക്കെ, സോ ഇവിടെ എല്ലാ ചൈൽഡ് നോഡിനും ഒരു പാരൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക, അതൊരു ചൈൽഡ് ആണല്ലേ, കോളേജിൽ മാത്രമേ അതിൻ്റെ പാരൻ്റ് ഉള്ളൂ. പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തുണ്ട്, മൾട്ടിപ്പിൾ ചൈൽഡുകളുണ്ട്, കോഴ്സും ടീച്ചറും സ്റ്റുഡൻറ്റും ഒക്കെ. ഓക്കെ, സോ ദിസ് ഈസ് ഹൈറാർക്കിക്കൽ മോഡൽ. സോ സെക്കൻഡ് മോഡലാണ് നെറ്റ്വർക്ക് മോഡൽ. ദിസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹൈറാർക്കിക്കൽ മോഡൽ. സോ ഹൈറാർക്കിക്കൽ മോഡലിൻ്റെ ചെറിയൊരു വകഭേദമാണ് നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുന്നത്. ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് മോർ ലൈക്ക് എ ഗ്രാഫ് ആൻഡ് ആർ അലൗഡ് ടു ഹാവ് മോർ ദാൻ വൺ പാരൻറ്റ് നോഡ്. സോ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഹൈറാർക്കിക്കൽ മോഡലിൽ ഒരു നോഡിന് ഒരു പാരൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നെറ്റ്വർക്ക് മോഡലിൽ ഏകദേശം ഒരു ഗ്രാഫ് പ്രസൻറ്റേഷനാണ്, ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, ഗ്രാഫിക്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നോഡിന് ഒന്നിൽ കൂടുതൽ പാരൻ്റ് ഉണ്ടാവാം. ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, in this data model, data is more related as more relationship are established in this database model. So നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മോഡലിനെ അപേക്ഷിച്ചിട്ട് നെറ്റ്വർക്ക് മോഡലിൽ നമുക്ക് കുറച്ചും കൂടെ അധികം റിലേഷൻഷിപ്പ് കാണിക്കാൻ പറ്റും. കാരണം ഒരു നോഡിന് തന്നെ മൾട്ടിപ്പിൾ പാരൻസിനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൂടുതൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ മോഡലാണ് നെറ്റ്വർക്ക് മോഡൽ. ഓൾസോ ആസ് ദ ഡാറ്റ ഈസ് മോർ റിലേറ്റഡ്, ഹെൻസ് ആക്സസിങ് ദ ഡാറ്റ ഈസ് ഓൾസോ ഈസി ആൻഡ് ഫാസ്റ്റ്. സോ ഡാറ്റാസ് എല്ലാം കൂടുതൽ റിലേഷൻഷിപ്പ് നമ്മൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ്, എളുപ്പമാണ്, സുഖമാണ്. ഓക്കെ, ദിസ് ഡാറ്റാബേസ് മോഡൽ വാസ് യൂസ്ഡ് ടു മാപ്പ് മെനി ടു മെനി ഡാറ്റ റിലേഷൻഷിപ്പ്. സോ തൊട്ട് മുമ്പ് വന്നത് വൺ ടു മെനി ആയിരുന്നു ഹൈറാർക്കിക്കൽ മോഡൽ. പക്ഷേ ഇത് നെറ്റ്വർക്ക് മോഡൽ ആകുമ്പോൾ എന്താണ്, മെനി ടു മെനി ഡാറ്റ റിലേഷൻഷിപ്പാണ്. ദിസ് വാസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റാബേസ് മോഡൽ ബിഫോർ റിലേഷൻ മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. സോ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന RDBMS റിലേഷൻ ഡാറ്റാബേസ് മോഡൽ തൊട്ട് മുമ്പ് വൈഡായിട്ട് ഉപയോഗിച്ചൊരു മോഡലാണ് എന്ത്, നെറ്റ്വർക്ക് മോഡൽ. സോ അതിനൊരു എക്സാമ്പിളാണ് എ എന്നുള്ളത്. അപ്പോൾ അഗൈൻ ഒരു റൂട്ട് നോഡ് പോലെ തന്നെ, നെറ്റ് മുമ്പ് ഹൈറാർക്കിയിൽ പറഞ്ഞ പോലെ റൂട്ടാണ്, അതിന് ചൈൽഡ് ഏകദേശം ഹൈറാർക്കിക്കൽ പോലെ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് എന്താണ്, ഒരു ചൈൽഡ്, ഇപ്പോൾ നിങ്ങൾ C2 എടുത്ത് നോക്കുക, C2 ഹാവ് 2 പാരൻസ് അല്ലേ, B1 ഉം B2. സോ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഹൈറാർക്കിക്കൽ അങ്ങനെ ഉണ്ടാവില്ല, ഒരു ചൈൽഡിന് ഒരു പാരൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇതാണ് മെയിൻ ഡിഫറൻസ്. അതായത് ഒരു ട്രീൻ്റെയും ഗ്രാഫിൻ്റെയും ഡിഫറൻസ് തന്നെയാണ് അത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ ഗ്രാഫ് എന്ന് പറയാം. ഹൈറാർക്കിക്കൽ മോഡൽ ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈൽഡ്സ് ആൻഡ് പാരൻ്റ് ആർ ലൈക്ക് എ ട്രീ, അല്ലെങ്കിൽ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു ട്രീ സ്ട്രക്ചർ ആണെങ്കിൽ നെറ്റ്വർക്ക് മോഡലിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് എന്താണ്, ഒരു ഗ്രാഫ് സ്ട്രക്ചറാണ്. ട്രീയും ഗ്രാഫും നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ട്രീയിൽ ഒരിക്കലും ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നില്ല. നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ട്രീ പഠിക്കും അവിടെ. ഓക്കെ, പക്ഷേ ഗ്രാഫ് ആണെങ്കിൽ അവിടെ ചൈൽഡ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഫോം ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറൻസ്, അതിൽ മെയിൻ ഡിഫറൻസ് അതാണ്. സോ നെറ്റ്വർക്ക് മോഡലും ഹൈറാർക്കിക്കൽ മോഡലും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഇതാണ്. ഹൈറാർക്കിക്കൽ മോഡലിൽ ഡാറ്റ സ്റ്റോർ ലൈക്ക് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. നെറ്റ്വർക്ക് മോഡലാണെങ്കിൽ അവിടെ നമ്മൾ ഡാറ്റാബേസ് ബിൽഡ് ചെയ്യുന്നത് ഒരു ഗ്രാഫ് മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് മോഡലാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ, ER മോഡൽ എന്ന് പറയും. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ER മോഡലും അത് എങ്ങനെ ഡ്രോ ചെയ്യും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞു പോവുള്ളൂ. ഓക്കെ, ഇൻ ദിസ് ഡാറ്റാബേസ് മോഡൽ റിലേഷൻഷിപ്പ് ആർ ക്രിയേറ്റഡ് ബൈ ഡിവൈഡിങ് ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു എൻറ്റിറ്റി ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ഇൻ ടു ആട്രിബ്യൂട്ട്സ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് മോഡലിലും, ഇപ്പോൾ നേരത്തെ നമ്മൾ കോളേജ് തന്നെ തുടങ്ങുക ചെയ്തത് അല്ലെ, ഡാറ്റാബേസ് ഹൈറാർക്കിക്കൽ മോഡലിൽ നിന്ന് കണ്ടു കോളേജ്, അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അങ്ങനെ തിരിച്ചാണ് ചെയ്തത്. അതിന് പകരം ഒരു വലിയ ഡാറ്റാബേസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിലെ മെയിൻ എൻറ്റിറ്റീസിന് ഓരോ മെയിൻ പാർട്ടുകളെ ഓരോരോ എൻറ്റിറ്റി ആക്കിയിട്ട് നമ്മൾ എടുക്കും, എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ആ രീതിയിലാണ് നമ്മളിവിടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളൊരു എൻ്റയർ ഡാറ്റാബേസ് മുഴുവൻ എടുക്കുന്നതിന് പകരം അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ എൻറ്റിറ്റി ആക്കും, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ആട്രിബ്യൂട്ട്സും കൊടുക്കും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആർ റിലേറ്റഡ് യൂസിങ് റിലേഷൻഷിപ്പ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ എൻറ്റിറ്റീസ് തമ്മിൽ എന്തുണ്ടാകും, ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കാണിക്കും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ ഒന്നും കൂടെ വരാം. ER model are defined to respond the relationship into pictorial form of make easier for different stakeholder to understand. So അവിടെ ER model നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണിക്കുന്നത്. സോ അത് ഒന്നും കൂടെ ഈസി ആയിട്ട് ആരാണോ അത് യൂസ് ചെയ്യുന്നത് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാവും. ഓക്കെ, ദിസ് മോഡൽ ഈസ് ഗുഡ് ടു ഡിസൈൻ ഡാറ്റാബേസ് വിച്ച് ക്യാൻ ബി turned into table in relation database model. സോ ഒരു ER മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ എന്തിലേക്ക് മാറ്റാം, നമ്മൾ ഇന്നത്തെ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന RDBMSലേക്ക് റിലേഷൻ ഡാറ്റാബേസ് മോഡലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും.
ആൻഡ് ഒരു എക്സാമ്പിളാണ്, ലെറ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ. ഇഫ് യു ഹാവ് ഡിസൈൻ എ സ്കൂൾ ഡാറ്റാബേസ്, ഒരു സ്കൂളിൻ്റെ ഡാറ്റാബേസ് അല്ലെങ്കിൽ കോളേജിൻ്റെ ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റുഡൻറ്റ് വിൽ ബി ആൻ എൻറ്റിറ്റി അല്ലേ. സ്റ്റുഡൻറ്റ് തന്നെ അവിടെ എൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഒരു കോളേജ് എടുക്കാം, നമ്മൾ കോളേജിൽ ഒരു സ്റ്റുഡൻ്റ് ഉള്ള എൻറ്റിറ്റിയാണ്, ഡിപ്പാർട്ട്മെൻ്റ് ഒരു എൻറ്റിറ്റിയാണ്, ടീച്ചേഴ്സ് ഒരു എൻറ്റിറ്റിയാണ്, സ്റ്റാഫ് അല്ലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒരു എൻറ്റിറ്റിയാണ്. അങ്ങനെ ഒരുപാട് എൻറ്റിറ്റീസ് കൂടിയതാണ് ഒരു വലിയ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത്. അതേപോലെയാണ് നമ്മൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പിൽ നമ്മൾ അല്ലെങ്കിൽ മോഡലിൽ നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ സ്റ്റുഡൻറ്റ്സ് വിൽ ബി ആൻ എൻറ്റിറ്റി വിത്ത് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അതായത് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയാൾക്ക് നെയിം ഉണ്ടാവും, ഏജ്, അഡ്രസ്സ്, അയാളുടെ റോൾ നമ്പർ, ക്ലാസ് ഒക്കെ ഉണ്ടാവും. അതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഓക്കെ, ആസ് അഡ്രസ് ഈസ് ജനറലി കോംപ്ലെക്സ്, it can be another entity with attributes, street name, pin code, city, etc. and there will be a relationship between them. So ഇതിൽ തന്നെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ് ഉണ്ടാവില്ലേ, മൾട്ടി വാല്യൂഡ് ആണ് അത്. സോ അത് വേറൊരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് വേണേൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പ് ക്യാൻ ഓൾസോ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. സോ ഈ എൻറ്റിറ്റീസ് തമ്മിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ടാവും. 1 to 1, 1 to many, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിനെപ്പറ്റി ഇപ്പം ബോധർ ചെയ്യേണ്ട. അടുത്ത മൊഡ്യൂൾ എൻ്റയർലി മോഡലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കും. സോ ഒരു ചെറിയൊരു എൻറ്റിറ്റീൻ്റെ എക്സാമ്പിളാണ് ഇപ്പം സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജിലുള്ള ഡാറ്റാബേസ് എടുത്താൽ അത് ഒരു എൻറ്റിറ്റിയാണ് എന്ത്, സ്റ്റുഡൻറ്റ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, അഡ്രസ്, ഏജ്, ID. ഇതേപോലെ വേറൊരു എൻറ്റിറ്റിയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് അല്ലേ, അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അതിൻ്റെ സബ്ജക്റ്റ്, കോഴ്സ് ഓഫേർഡ്, അതൊക്കെ നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഈ സ്റ്റുഡൻറ്റും അതുപോലെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്, സ്റ്റുഡൻറ്റ് സ്റ്റഡീഡ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. സോ ആ റിലേഷൻഷിപ്പ് നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻറ്റിറ്റീസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. സോ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഒരു ഡാറ്റാ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷനാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് മോഡലാണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേൾഡിൽ ഇപ്പം യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മോഡലാണ് റിലേഷണൽ മോഡൽ. ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ 2-dimensional tables and the relationship is maintained by storing a common field. സോ ഇവിടെ നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടാബുലാർ ഫോമിലാണ്. ഒരു 2-dimensional ടാബിൾ ഫോമിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ദിസ് മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ E.F. Coate in 1917 and since then it has been the most widely used database model. In fact, we can say the only database model used around the world. So E.F. Coate ആണ് 1970 റിലേഷൻ മോഡൽ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ടാബുലാർ ഫോമിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക. സോ അതിനുശേഷം വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മോഡലാണ് എന്ത്, റിലേഷണൽ മോഡൽ. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ഇൻ ദ റിലേഷൻ മോഡൽ ഈസ് ടേബിൾ. സോ ഇവിടെ ടേബിളാണ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഓൾ ദി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഈസ് സ്റ്റോർഡ് ഇൻ റോസ് ഓഫ് ദ ടേബിൾ. സോ ഒരു ടാബുലാർ ഫോമിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അവിടെ ഒരു ഇൻഫർമേഷൻ, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ നമ്മളൊരു റോ ഉപയോഗിക്കും. അതിന് ടപ്പിൾ എന്നൊക്കെ പറയും, നമ്മൾ ലെറ്റർ ഡിസ്കസ് ചെയ്യാതൊക്കെ. ഹെൻസ് ടേബിൾ ഈസ് ഓൾസോ നോൺ ആസ് റിലേഷൻ ഇൻ റിലേഷൻ മോഡൽ. സോ റിലേഷൻ ഡാറ്റാബേസ് മോഡലിൽ ഒരു ടേബിൾ നമ്മൾ റിലേഷൻസ് എന്നും പറയാറുണ്ട്, ടേബിൾ ഓർ റിലേഷൻസ്. സോ ഇതാണ് ഒരു റിലേഷൻ മോഡലിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇവിടെ 3 ടേബിൾ കാണാം നിങ്ങൾക്ക്, 3 റിലേഷൻ കാണാം നിങ്ങൾക്ക് അല്ലേ. ടേബിൾ ഓർ റിലേഷൻ ആണ്. സ്റ്റുഡൻറ്റ് ID, നെയിം, ഏജ്. സ്റ്റുഡൻറ്റ് ID 1 അയാൾ നെയിം, അയാളുടെ ഏജ്. അതേപോലെ സബ്ജക്റ്റ് ID, നെയിം, ടീച്ചർ, ആര് പഠിപ്പിക്കുന്നു, അതാണ് രണ്ടാമത്തെ ടേബിൾ. ഈ 2 ടേബിളൊന്നും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ 2 ടേബിളൊന്നും ടേബിൾ നമ്മൾ എടുത്തിട്ട് ഇവിടെ മൂന്നാമത്തെ ടേബിളുണ്ട് സ്റ്റുഡൻറ്റ് ID, സബ്ജക്റ്റ് ID, മാർക്സ് അല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റ് ID എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. അതേപോലെ സബ്ജക്റ്റ് ID കിട്ടുന്നത് ഈ ടേബിളിൽ വെച്ചിട്ടാണ്. ദെൻ മാർക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെ മൂന്നാമത്തെ ടേബിൾ ഉണ്ടാകും. സോ ഇവിടെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ടേബിളിൻ്റെ ഈ ID ആണ് ഇവിടെ എടുക്കുന്നത്, ഈ ടേബിളിൻ്റെ ഈ കോളാണ് നമ്മൾ ഇവിടേക്ക് എടുക്കുന്നത്. സോ ദീസ് 3 tables ആർ റിലേറ്റഡ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഇങ്ങനെയാണ് റിലേഷൻ ഡാറ്റാബേസ് മോഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇതാണ് 4ാമത്തെ മോഡൽ. ഈസിയാണ് അല്ലേ. അപ്പം ഈ വ്യത്യാസങ്ങൾ ഈ ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ഡാറ്റാബേസ് മോഡൽ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഡാറ്റാബേസ് മോഡൽ. ഇതല്ലാതെയും വേറെയുണ്ട്. നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 4 മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈപ്പ് വേറെയുണ്ട്. സോ ഇനി നെക്സ്റ്റ് ഡാറ്റാബേസ് മോഡൽ സ്കീമ, അതേപോലെ ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. ചെറുതാണ്, ഞാൻ എക്സാമ്പിൾ അടുക്കായിട്ട് എന്താണെന്ന് പറയാം. എന്താണ് ഡാറ്റാബേസ് സ്കീമ, അതേപോലെ എന്താണ് ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ,
ബേസിക്കലി സ്കീമ എന്ന് പറഞ്ഞാൽ ആ ടേബിളാർ ഫോമിൽ നമ്മൾ റിലേഷൻ ഡാറ്റാബേസിലാണ് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ടേബിളാർ ഫോമിൽ നമ്മൾ ടേബിളിനൊരു ഹെഡിങ് ഉണ്ടാവും അല്ലേ. നിങ്ങളിപ്പം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്പർ, നെയിം, ഫോൺ നമ്പറൊക്കെ പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കും. ആ ഒരു ഹെഡിങ് ആ ടേബിളിലെ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കീമ എന്ന് പറയാം. ഓക്കെ. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ പെർട്ടിക്കുലർ ടൈമിൽ ആ ടേബിളിലുള്ള ഡാറ്റയ്ക്കാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, പറയാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ദ ഡാറ്റ which is stored in the database at a particular moment of time is called instance of a database. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയ്ക്കാണ് നമ്മൾ പറയുക ഇൻസ്റ്റൻസ് ഓഫ് എ ഡാറ്റാബേസ്. ദി ഓവറോൾ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. സോ സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസൈനെയാണ് നമ്മൾ പറയുക സ്കീമ എന്ന് പറയുന്നത്. എ ഡാറ്റാബേസ് സ്കീമ ഈസ് ദ സ്കെൽട്ടൺ സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ്. അതാണ് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് റെപ്രസെൻറ്റ് ദ ലോജിക്കൽ വ്യൂ ഓഫ് ദി എൻ്റർ ഡാറ്റാബേസ്. സോ എങ്ങനെയാണ് അത് ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തെന്നുള്ള ഒരു ലോജിക്കൽ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് സ്കീമയാണ്. എ സ്കീമ കണ്ടെയ്ൻസ് സ്കീമ ഒബ്ജക്ട്സ് ലൈക്ക് ടേബിൾ, ഫോറിൻ കീ, പ്രൈമറി കീ, വ്യൂ, കോളം, ഡാറ്റ ടൈപ്പ്, എക്സ്റ്റോർഡ്, പ്രൊസീജിയർ എക്സെട്ര. ഇതെല്ലാം നിങ്ങൾ ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി എന്താണ് ഫോറിൻ കീ, എന്താണ് പ്രൈമറി കീ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് ഇതിപ്പോൾ ഓർത്ത് വെക്കുക. നിങ്ങൾ അത് ലേറ്റർ ഓൺ അടുത്ത മൊഡ്യൂളുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും. സോ ഒരു സ്കീമയിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നൊന്ന് ഓർത്ത് വെക്കുക. ടേബിളിൻ്റെ ഒബ്ജക്ട്സും ടേബിളിൽ, അതേപോലെ ഫോറിൻ കീ, പ്രൈമറി കീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇതാണ് ഒരു സ്കീമയ്ക്ക് എക്സാമ്പിൾ. ഒരു സ്കീമ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിളാണ്, ഒരു റിലേഷനാണിത്. അതിലെ സ്കീമ സ്ട്രക്ചറാണ് നെയിം, സ്റ്റുഡൻറ്റ് നമ്പർ, ക്ലാസ്, മേജർ. രണ്ടാമത്തെ ടേബിളാണ് കോഴ്സ് എന്നുള്ളത്. അതിൽ കോഴ്സ് നെയിം, കോഴ്സ് നമ്പർ, ക്രെഡിറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എൻറ്റിറ്റി ഉണ്ടായിരുന്നു അല്ലേ, എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ എൻറ്റിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇവിടെ കൊടുക്കുന്ന കോളത്തിൻ്റെ ഹെഡിങ്സ് ഉണ്ടാവുക. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലേ, നേരത്തെ നെയിം, സ്റ്റുഡൻറ്റ് നമ്പർ, ക്ലാസ്, മേജർ എന്നൊക്കെ പറഞ്ഞ പോലെ. സോ അതിൻ്റെ അടിയിൽ ഡാറ്റാസ് വരും. സോ ഇതിനെയാണ് നമ്മൾ ബേസിക് സ്കീമ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടേബിളിൻ്റെ സ്ട്രക്ചർ, അതായത് ഓരോ ടേബിളിൻ്റെ ഹെഡിങ്ങുകൾ മാത്രം. ഓക്കെ. സോ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. സിമ്പിൾ ഡെഫിനിഷനാണ്. Schema of three types: physical schema, logical schema and view schema. So ഈ ഫിസിക്കൽ, ലോജിക്കൽ, വ്യൂ സ്കീമ എവിടുന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ ഡാറ്റാബേസിനെ നമ്മളൊരു 3 ലെയർ ആർക്കിടെക്ചറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ വ്യൂ, ലോജിക്കൽ വ്യൂ ആൻഡ് ഫിസിക്കൽ സ്കീമ, ലോജിക്കൽ സ്കീമ ആൻഡ് വ്യൂ സ്കീമ എന്ന് പറഞ്ഞിട്ട് 3 ഡിഫറെൻറ്റ് ഒരു ലെയർഡ് ആർക്കിടെക്ചർ ഉണ്ട്. ആ ലെയറിൽ നിന്നാണ് ഈ ഒരു വ്യൂസ് അല്ലെങ്കിൽ ഈ സ്കീമ വരുന്നത്. ഓക്കെ. For example, in the following diagram, we have schema that shows the relationship between 3 tables: course, student and sections. The diagram only shows the design of the table. It doesn't show the data present in these tables. Schema is only structural view design of a database as shown in the diagram below. So നോക്കാം, നിങ്ങൾ ഇതാണ് ഒരു സ്കീമ എന്ന് പറയുന്നത്. 3 ടേബിൾ, 3 സ്ട്രക്ചർ അല്ലേ. ഒരു കോഴ്സ് എന്നുള്ളൊരു സ്ട്രക്ചർ, സ്റ്റുഡൻറ്റ് രണ്ടാമത്തെ സ്ട്രക്ചർ, മൂന്നാമത്തേതാണ് എന്ത്, ഈ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ സ്കീമ. കോഴ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഐഡികളാണ് കോഴ്സ് ഐ ഡി, കോഴ്സ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റുഡൻറ്റിൻ്റെ അതേപോലെ സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, കോഴ്സ്. നേരത്തെ നമ്മൾ ആ ഒരു ടേബിൾ ഫോമിൽ സ്ട്രക്ചറിൽ കാണിച്ചില്ല, അതേപോലെ തന്നെയാണ് ഇതും, വേറെ രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ദ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് അറ്റ് ഫിസിക്കൽ ലെവൽ. ഈ ഫിസിക്കൽ ലെവൽ എന്താണെന്നുള്ളത് നിങ്ങൾ ലേറ്റർ തൊട്ടടുത്ത് തന്നെ ഈ മൊഡ്യൂൾ തന്നെ അടുത്ത ടോപ്പിക് നമ്മൾ പറയും. ഓക്കെ. 3 ലെയർ ആർക്കിടെക്ചർ പറയുമ്പോൾ അവിടെ പറയും. ഓക്കെ. So design of database in physical level is called physical schema. How the data stored in the block of storage is described this level. So physical level ആണ് how data stored എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനത്തെ ആ സ്കീമയ്ക്കാണ് നമ്മൾ ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത്. Design of database at logical level is called logical schema. Programmer and database administrator work at this level. At this level, data can be described as a certain types of data records get stored into data structure. However, the internal details such as implementation of data structure is hidden at this level. So ഇവിടെയാണ് നമ്മൾക്ക് എന്ത് സ്റ്റോർ ചെയ്യുന്നത്. ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് ലോജിക്കൽ ലെവൽ ഈസ് കോൾഡ് ലോജിക്കൽ സ്കീമ. ലോജിക്കൽ ലെവലിൽ നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തതിനാണ് നമ്മൾ എന്താ പറയുക, ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ. പ്രോഗ്രാമറും അതേപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ DBA ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ ലെവലിലാണ്. ഓക്കെ. സോ ഡാറ്റ ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തത്, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടുന്നത്. ദെൻ മൂന്നാമത്തെ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് അറ്റ് വ്യൂ ലെവൽ ഈസ് കോൾഡ് വ്യൂ സ്കീമ. ദിസ് ജനറലി ഡിസ്ക്രൈബ് ആൻഡ് എൻഡ് യൂസർ ഇൻട്രാക്ഷൻ വിത്ത് ഡാറ്റാബേസ് മോഡൽ. സോ വ്യൂ സ്കീമ എന്ന് പറയുന്നത്
പുറത്തുനിന്ന് ഒരാൾ അല്ലെങ്കിൽ യൂസർ നോക്കുമ്പം അത് ഡാറ്റാബേസിൻ്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സ്കീം എങ്ങനെയാണെന്നുള്ളതാണ് വ്യൂ സ്കീമ പറയുന്നത്. അതായത് എക്സ്റ്റേണൽ യൂസർ, അതായത് സാധാരണ ഓർഡിനറി യൂസറാണ് അവിടെ. ദെൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സോ ഡെഫിനിഷൻ ആണെങ്കിൽ ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് അറ്റ് പെർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റൻസ് ഓഫ് ഡാറ്റാബേസ്. അതാണ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കണ്ടൻറ്റിനാണ് നമ്മൾ പറയുക അതിൻ്റെ ഇൻസ്റ്റൻസ് ഓഫ് എ ഡാറ്റാബേസ് എന്ന് പറയാം. സോ ഡാറ്റാബേസ് സ്കീമ ഡിഫൈൻസ് ദ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ ടേബിൾസ് ദാറ്റ് ബിലോങ്സ് ടു പെർട്ടിക്കുലർ ഡാറ്റാബേസ്. ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ദെൻ വാല്യൂസ് ഓഫ് ദീസ് വേരിയബിൾസ് അറ്റ് എ മൊമെൻറ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് ടേബിൾ അല്ലെങ്കിൽ ഡാറ്റാബേസ്. സോ അറ്റ് പെർട്ടിക്കുലർ ടൈമിൽ ആ സ്കീമയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഡാറ്റയ്ക്കാണ് നമ്മൾ എന്ത് പറയാം വാല്യൂസ് എന്ന് പറയാം, സോറി ഇൻസ്റ്റൻസ് എന്ന് പറയാം. അതായത് നേരത്തെ നമ്മൾ കണ്ട സ്റ്റുഡൻറ് എന്നുള്ള സ്കീം ഉണ്ടല്ലോ, നെയിം അതേപോലെ ID കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം ഫില്ല് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവും. അതിൽ ഡാറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക സ്കീമ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്, സോറി ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ വി ഹാവ് എ സിംഗിൾ table student in the database. Today the table has 100 records. So today's instance of database is 100 records. So എൻ്റെ കയ്യിലൊരു സ്റ്റുഡൻറ് എന്നുള്ളൊരു ടേബിൾ ഉണ്ട്, അതിൽ 100 പിള്ളേരുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ അതിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നതാണ് 100 records ആണ്, ആ 100 records. സോ അടുത്ത ദിവസം നമ്മളൊരു 100 പേരും കൂടെ അതിലേക്ക് ആഡ് ചെയ്താൽ അന്ന് കഴിയുന്ന സമയം അതിലെ ഇൻസ്റ്റൻസ് എത്രയാണ് 200 ആണ്. അതിലെ 200 records ആണ് അതിൽ ഇൻസ്റ്റൻസ്. പിന്നെ നമ്മൾ 50 എണ്ണം ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, തൊട്ടടുത്ത ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് 150 ആണ്. 250 പോയാൽ 150 ആണ്. സോ ഒരു പെർട്ടിക്കുലർ സമയത്ത് നമ്മൾ നോക്കുമ്പം നമ്മൾ ഡാറ്റാബേസിൽ അല്ലെങ്കിൽ ഈ ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ ആണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസ്റ്റൻസ് ഓഫ് എ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ, സിമ്പിളാണ്. അപ്പം ഇത്രയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, ചെറിയ കാര്യങ്ങളാണ്. ഡാറ്റാബേസ് മോഡൽ എന്താണെന്നുള്ളത് 4 മോഡൽ നമ്മൾ പറഞ്ഞു, അതേപോലെ സ്കീം എന്താണെന്ന് പറഞ്ഞു, ദെൻ ലാസ്റ്റ് വൺ അതിലേക്ക് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. 3 കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ ഒന്ന് ഓർത്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നമുക്ക് ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.